കോൺഗ്രസ് വക്താവ് പവൻ ഖേരയ്ക്ക് 2 വോട്ടർ ഐ ഡി ഉണ്ടെന്ന BJP ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവച്ചു. പവൻ ഖേരയ്ക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. എന്നാൽ ആരോപണത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച ഹൈഡ്രജൻ ബോംബ് വരുമെന്ന ഭീതിയെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. വോട്ട് കൊള്ളയിൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപാണ് BJPയുടെ പ്രത്യാക്രമണം. പവൻ ഖേരയ്ക്ക് 2 തിരിച്ചറിയൽ കാർഡുണ്ടെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു. ജംഗ്പുര, ന്യൂദില്ലി നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടുണ്ട്. നടപടി തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കോൺഗ്രസ് വോട്ട് വഞ്ചകരാണെന്നും അമിത് മാളവ്യ വിമർശനമുന്നയിച്ചു. വോട്ടർ പട്ടികയുടെ ചിത്രങ്ങളടക്കം പങ്കുവച്ചായിരുന്നു ആരോപണം. ഹൈഡ്രജൻ ബോംബ് BJPയിലുണ്ടാക്കിയ ഭീതിയാണ് പ്രകടമാകുന്നതെന്ന് ആരോപണം നിഷേധിച്ച് പവൻ ഖേര വ്യക്തമാക്കി. എന്നാൽ മണിക്കൂറുകൾക്കകം BJPയുടെ ആരോപണം ശരിവെച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്തെത്തി. പവൻ ഖേര സ്വന്തം നിലയിലാണ് ഒന്നിലധികം മണ്ഡലങ്ങളിൽ പേര് ചേർത്തതെന്ന് കമ്മീഷൻ പറയുന്നു. നേരത്തെ സോണിയാഗാന്ധിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ഉയർത്തി രാഹുൽ ഗാന്ധിക്കുമെതിരെ BJP വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങളിൽ നിന്ന് പിന്നീട് BJPക്ക് പിന്നോട്ടു പോകേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.